In the last class, we have studied about fluidity of gases and liquids, rigidity of solids, general characteristics of solid state, amorphous and crystalline solids, isotropy and anisotropy. വാതകങ്ങളുടെയും ദ്രാവകങ്ങളുടെയും ഒഴുകാനുള്ള കഴിവിനെക്കുറിച്ചും ഖരവസ്തുക്കളുടെ ദൃഢതയെപ്പറ്റിയും അവയുടെ പൊതു സ്വഭാവങ്ങളും അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡുകളെക്കുറിച്ചും ഐസോട്രോപ്പി അനൈസോട്രോപ്പി എന്നിവയെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ടുഡേ വി ആർ സ്റ്റഡിയിങ് മോർ അബൌട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡുകളെക്കുറിച്ച് കൂടുതലായി ഇന്ന് നമുക്ക് പഠിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ വർഗീകരണം. Crystalline solids can be classified into 4 categories on the basis of nature of intermolecular forces operating in them. ഘടക പദാർത്ഥങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റലൈൻ സോളിഡുകളെ 4ആയി തരംതിരിക്കാം. മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലന്റ് സോളിഡ്സ്. ഇവ ഓരോന്നിനെ പറ്റിയും വിശദമായി തുടർന്ന് നമുക്ക് പഠിക്കാം. മോളിക്കുലാർ സോളിഡ്സ്. In molecular solids, the constituent particles are molecules. തന്മാത്രകളാണ് മോളിക്കുലാർ സോളിഡുകളിലെ ഘടകപദാർത്ഥങ്ങൾ. Based on the attractive force between molecules, there are 3 types of molecular solids. തന്മാത്രകൾക്കിടയിലെ ആകർഷണ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ 3 തരം മോളിക്കുലാർ സോളിഡുകളുണ്ട്. നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ് എന്നിവയാണിവ. In non-polar molecular solids, the attractive force between molecules is dispersion or London forces. They are soft, poor conductors of electricity, and they have very low melting point. നോൺ-പോളാർ മോളിക്കുലാർ സോളിഡുകളിൽ തന്മാത്രകൾ തമ്മിൽ ഡിസ്പെർഷൻ അഥവാ ലണ്ടൻ ഫോഴ്സ് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവ കാഠിന്യം കുറഞ്ഞവയും വൈദ്യുത ചാലകത ഇല്ലാത്തവയും ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവുമാണ്. ഇൻ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഈസ് ഡൈപോൾ ഇന്ററാക്ഷൻ. ദേ ആർ സോഫ്റ്റ്, പൂവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്. പോളാർ മോളിക്കുലാർ സോളിഡുകളിൽ തന്മാത്രകൾ തമ്മിൽ ഡൈപോൾ ഇന്ററാക്ഷൻസ് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവ കാഠിന്യം കുറഞ്ഞവയും വൈദ്യുത ചാലകത ഇല്ലാത്തവയും ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറവുമാണ്. ഇൻ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്, ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ദേ ആർ ഹാർഡ്, poor conductor of electricity, and they have low melting point. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡുകളിൽ തന്മാത്രകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവ കാഠിന്യമുള്ളവയും വൈദ്യുത ചാലകത ഇല്ലാത്തവയും ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറവുമാണ്. അയോണിക് സോളിഡ്സ്. ഇൻ അയോണിക് സോളിഡ്സ്, കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ്. അയോണിക് സോളിഡുകളിൽ ഘടകപദാർത്ഥങ്ങൾ അയോണുകളാണ്. The attractive force between ions is electrostatic force. They are hard but brittle. They are insulators in solid state but conductors in molten state and in aqueous solutions. They have high melting point. Ionic സോളിഡുകളിൽ അയോണുകൾ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവ കാഠിന്യമുള്ളവയും എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്നവയുമാണ്. ഇവ ഖരാവസ്ഥയിൽ വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. എന്നാൽ ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇവ വൈദ്യുതിയെ കടത്തിവിടുന്നു. ഇവയ്ക്ക് ഉയർന്ന മെൽറ്റിംഗ് പോയിന്റാണുള്ളത്. മെറ്റാലിക് സോളിഡ്സ്. ഇൻ മെറ്റാലിക് സോളിഡ്സ്, കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. മെറ്റാലിക് സോളിഡുകളിൽ ഇലക്ട്രോണുകളുടെ കൂട്ടത്തിനിടയിൽ കാണപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് ഘടകപദാർത്ഥങ്ങൾ. ഇൻ മെറ്റാലിക് സോളിഡ്സ്, ദ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ മെറ്റാലിക് ബോണ്ടിങ്. ദേ ആർ ഹാർഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. They are good conductors in solid state as well as in molten state. They have fairly high melting point. മെറ്റാലിക് സോളിഡുകളിൽ ഘടകപദാർത്ഥങ്ങൾ തമ്മിൽ
മെറ്റാലിക് ബോണ്ടിംഗ് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവ കാഠിന്യമുള്ളവയും മാലിയബിളും ഡക്റ്റൈലുമാണ്. ഇവ ഖരാവസ്ഥയിലും ഉരുകിയ അവസ്ഥയിലും വൈദ്യുത ചാലകതയുള്ളവയാണ്. ഇവയ്ക്ക് താരതമ്യേന ഉയർന്ന മെൽറ്റിംഗ് പോയിന്റാണുള്ളത്. Covalent or network solids. They are also known as giant molecules. In covalent or network solids, the constituent particles are atom. കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡുകളിൽ ഘടകപദാർത്ഥങ്ങൾ ആറ്റങ്ങളാണ്. In covalent solids, the atoms are held together by covalent bonding. They are hard except graphite. They are insulators except graphite. They have very high melting point. കോവാലന്റ് സോളിഡുകളിൽ ആറ്റങ്ങൾ പരസ്പരം കോവാലന്റ് ബോണ്ടിംഗ് വഴി അഥവാ സഹസംയോജക ബന്ധനം വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഗ്രാഫൈറ്റ് ഒഴികെ ഇവ കാഠിന്യമുള്ളവയാണ്. ഇവ വൈദ്യുത ചാലകത ഇല്ലാത്തവയാണ്. ഇതിൽ വ്യത്യസ്തമായി ഒരു ഉദാഹരണമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൻ്റെ ഈ വ്യത്യാസം തുടർന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇവയ്ക്ക് വളരെ ഉയർന്ന മെൽറ്റിംഗ് പോയിൻ്റാണുള്ളത്. എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൻ്റെ സവിശേഷ സ്വഭാവങ്ങൾ. ഇൻ ഗ്രാഫൈറ്റ്, കാർബൺ ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആൻഡ് ഈച്ച് ആറ്റം ഈസ് കോവാലൻ്റ്ലി ബോണ്ടഡ് ടു 3 അതർ നെയ്ബറിംഗ് കാർബൺ ആറ്റംസ് ഇൻ ദ സെയിം ലെയർ. ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റങ്ങൾ വ്യത്യസ്ത അടുക്കുകളായി ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ കാർബൺ ആറ്റവും സമീപത്തുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. The 4th valence electron of each atom is present between different layers and is free to move about. These free electrons make graphite a good conductor of electricity. ഗ്രാഫൈറ്റിൽ ഓരോ കാർബണിലെയും 4ാമത്തെ ബാഹ്യതമ ഇലക്ട്രോൺ സ്വതന്ത്രമായി ചലിക്കാൻ കഴിവുള്ളതാണ്. സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഗ്രാഫൈറ്റിന് വൈദ്യുത ചാലകത നൽകുന്നു. ഡിഫറെൻറ്റ് ലെയേഴ്സ് ഇൻ ഗ്രാഫൈറ്റ് can slide one over the other. This makes graphite a soft solid and a good solid lubricant. ഗ്രാഫൈറ്റിലെ വ്യത്യസ്ത അടുക്കുകൾക്ക് ഒന്നിനുമേലൊന്നായി വഴുതി നീങ്ങാൻ കഴിയും. അതിനാൽ ഗ്രാഫൈറ്റ് മൃദുവായ ഖരസ്നേഹകമായി ഉപയോഗിക്കുന്നു. ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ ക്ലാസിഫിക്കേഷൻ ഇതുവരെ പഠിച്ചത് ഒരു ചാർട്ടായി തുടർന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മോളിക്കുലാർ സോളിഡ്സ്, അവയുടെ 3 തരം നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. ഇവയുടെ ഘടകപദാർത്ഥങ്ങൾ, അവയ്ക്കിടയിലെ ആകർഷണബലം, ഉദാഹരണങ്ങൾ, ഭൗതിക സ്വഭാവം, വൈദ്യുത ചാലകത, മെൽറ്റിംഗ് പോയിന്റ്, ഇവയെല്ലാം ഒരു ചാർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ക്രിസ്റ്റൽ ലാറ്റിസ്. The regular 3-dimensional arrangement of constituent particles in a crystal as points in space is called a crystal lattice. ഒരു ക്രിസ്റ്റലിലെ ഘടകപദാർത്ഥങ്ങളെ പോയിന്റുകളായി ത്രിമാനതലത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതിനെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ സവിശേഷതകൾ. Each point in a lattice is called a lattice point or lattice site. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ ഓരോ പോയിന്റിനെയും ലാറ്റിസ് പോയിന്റ് അഥവാ ലാറ്റിസ് സൈറ്റ് എന്ന് വിളിക്കുന്നു. ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെൻറ്റ്സ് വൺ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ വിച്ച് മേ ബി ആൻ ആറ്റം, എ മോളിക്യൂൾ ഓർ ആൻ അയോൺ. ഓരോ ലാറ്റിസ് പോയിന്റും ആറ്റം, അയോൺ, തന്മാത്ര തുടങ്ങിയ ഘടക പദാർത്ഥങ്ങളെ കുറിക്കുന്നു. Lattice points are joined by straight lines to bring out the geometry of the lattice. ലാറ്റിസ് പോയിന്റുകൾ പരസ്പരം നേർരേഖ വഴി ബന്ധിപ്പിച്ചാൽ ക്രിസ്റ്റൽ ഘടന ലഭിക്കുന്നു. There are only 14 possible 3-dimensional lattices. These are called Bravais lattices. ത്രിമാനതലത്തിലുള്ള 14 വ്യത്യസ്ത ക്രിസ്റ്റൽ ലാറ്റിസുകൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇവയെ ബ്രവൈസ് ലാറ്റിസസ് എന്ന് വിളിക്കുന്നു. യൂണിറ്റ് സെൽ. Unit cell is the smallest portion of a crystal lattice which when repeated in different directions generates the entire lattice. ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ആവർത്തിച്ചു വരുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് യൂണിറ്റ് സെൽ. A unit cell is characterized by its dimensions along the 3 edges A, B and C and angles between the edges alpha, beta and gamma. ഒരു യൂണിറ്റ് സെല്ലിനെ സവിശേഷമാക്കുന്നത് അതിൻ്റെ വശങ്ങളുടെ
അളവുകളായ എ, ബി, സി എന്നിവയും അവയ്ക്കിടയിലെ കോണുകളായ ആൽഫ, ബീറ്റ, ഗാമ എന്നിവയുമാണ്. പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽസ്. പ്രിമിറ്റീവ്, സെൻറ്റേഡ് യൂണിറ്റ് സെല്ലുകൾ. യൂണിറ്റ് സെൽസ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറീസ്, പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽസ്. യൂണിറ്റ് സെല്ലുകളെ പ്രിമിറ്റീവ്, സെൻറ്റേഡ് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. When constituent particles are present only on the corner positions of a unit cell, it is called a primitive unit cell. There are 7 types of primitive unit cells. Primitive unit cellന്റെ കോർണറുകളിൽ മാത്രം ഘടകപദാർത്ഥങ്ങൾ കാണപ്പെടുന്നു. 7 തരം primitive unit cellകളാണുള്ളത്. When a unit cell contains one or more constituent particles present at positions other than corners in addition to those at corners, it is called a centered unit cell. Centered unit cells are of 3 types. കോർണറുകൾക്ക് പുറമെ മറ്റു സ്ഥാനങ്ങളിലും ഘടകപദാർത്ഥങ്ങൾ കാണപ്പെടുന്ന യൂണിറ്റ് സെല്ലുകളാണ് സെൻറ്റേഡ് യൂണിറ്റ് സെൽസ്. ഇവ 3 തരത്തിലുണ്ട്. 7 primitive unit cells. 7 primitive unit cells. അവയുടെ പേരുകൾ ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ ആൻഡ് ട്രൈക്ലിനിക്. 3 types of centered unit cells. 3 തരം സെൻറ്റേഡ് യൂണിറ്റ് സെല്ലുകൾ. ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽസ്, ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് ആൻഡ് എൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽസ്. ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽസ് contain one constituent particle at its body center besides that at corners. കോർണറുകൾക്ക് പുറമെ യൂണിറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ മധ്യഭാഗത്തായി ഒരു ഘടകപദാർത്ഥം കൂടെ കാണപ്പെടുന്നതാണ് ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ contains one constituent particle at center of each face besides that at corners. കോർണറുകൾക്ക് പുറമെ ഓരോ വശത്തിൻ്റെയും മധ്യഭാഗത്തും ഓരോ ഘടകപദാർത്ഥങ്ങൾ ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിൽ അടങ്ങിയിരിക്കുന്നു. എൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ contains particles at center of any 2 opposite faces besides that at corners. കോർണറുകൾക്ക് പുറമെ എതിർദിശയിൽ വരുന്ന 2 വശങ്ങളുടെ മധ്യഭാഗത്ത് ഘടകപദാർത്ഥങ്ങൾ കാണപ്പെടുന്നവയാണ് എൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. 7 primitive unit cells and their possible variations as centered unit cells or 14 Bravais lattices. 7 primitive unit സെല്ലുകളും അവയ്ക്ക് സാധ്യമായ സെൻറ്റേഡ് യൂണിറ്റ് സെല്ലുകളും അഥവാ 14 Bravais lattices. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, ട്രൈക്ലിനിക് എന്നീ 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾക്ക് സാധ്യമായ സെൻറ്റേഡ് യൂണിറ്റ് സെല്ലുകളെ ഒരു പട്ടികയായി നൽകിയിരിക്കുന്നു. അങ്ങനെ 14 തരം വ്യത്യസ്ത അറേഞ്ച്മെൻറ്റ്സ് സാധ്യമാണ്. ഇവയെ 14 Bravais lattices എന്ന് വിളിക്കുന്നു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ തുടർന്ന് നൽകുന്നു. അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക.